രജനീകാന്ത് ചിത്രം കൂലിക്ക് UA സർട്ടിഫിക്കറ്റ് വേണമെന്ന ഹർജി തള്ളി മദ്രാസ് ഹൈക്കോടതി. നിർമ്മാതാക്കളായ സൺ TV പിക്ചേഴ്സ് നൽകിയ ഹർജിയാണ് തള്ളിയത്. മുഹമ്മദ് റഹീസാണ് ചേരുന്നത് ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി. മുഹമ്മദ് റഹീസ്, പറയൂ കൂടുതൽ വിവരങ്ങൾ. സ്മിത, രജനീകാന്ത് ചിത്രമായിട്ടുള്ള കൂലിയുടെ റിലീസിന് പിന്നാലെ തന്നെ ഏറെ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ചിത്രത്തിന് A സർട്ടിഫിക്കറ്റ് ഉള്ളത് കാരണം കുട്ടികളുമായി പലർക്കും തിയേറ്ററുകളിൽ എത്താൻ കഴിയുന്നില്ല. അങ്ങനെ തിയേറ്റർ ഉടമകളും ഈ ടിക്കറ്റ് നൽകുന്നവരും കാണാനെത്തുന്നവരും തമ്മിലൊക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ചിത്രത്തിൻ്റെ നിർമ്മാതാക്കൾ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ച് ചിത്രത്തിൻ്റെ A സർട്ടിഫിക്കറ്റ് മാറ്റി UA സർട്ടിഫിക്കറ്റ് നൽകണമെന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചത്. പക്ഷേ ആ ഹർജി പരിഗണിക്കുമ്പോൾ പ്രധാനമായിട്ടും അവിടെ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ പറഞ്ഞ ഒരു വാദം ചിത്രത്തിൽ ഉടനീളം മദ്യപിക്കുന്ന രംഗങ്ങളും പുകവലിക്കുന്ന രംഗങ്ങളും ഒപ്പം തന്നെ ഈ വയലൻസ് രംഗങ്ങളുമാണ്, നിറയെ സംഘടന രംഗങ്ങളൊക്കെയുള്ള ചിത്രമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് A സർട്ടിഫിക്കറ്റ് മാത്രമേ നൽകാൻ കഴിയുകയുള്ളൂ, ഒരു കാരണവശാലും UA സർട്ടിഫിക്കറ്റ് നൽകാൻ കഴിയില്ല എന്നുള്ള നിലപാടെടുത്തു. ഇതേ നിലപാട് തന്നെയാണ് ഈ കോടതിയും സ്വീകരിച്ചത്. ചിത്രത്തിൽ നിന്നും ഇത്തരം രംഗങ്ങളൊക്കെ നീക്കം ചെയ്താൽ, അത് കട്ട് ചെയ്ത് ഒന്നുകൂടി സെൻസർ ബോർഡിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, സർട്ടിഫിക്കേഷൻ ബോർഡിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ഒന്നുകൂടി പരിഗണിക്കാം എന്നുള്ളൊരു നിർദ്ദേശമാണ് നൽകിയത്. പക്ഷേ ചിത്രം ഇറങ്ങി ഇത്രയും ദിവസമായതുകൊണ്ട് തന്നെ ഇനി ഇത് കട്ട് ചെയ്ത് വീണ്ടും തിയേറ്ററിൽ റിലീസ് ചെയ്യില്ല എന്നുള്ള വിവരമാണ് നിർമ്മാതാക്കളിൽ നിന്ന് ലഭിക്കുന്നത്. ഈ ചിത്രം പ്രതീക്ഷിച്ചത്ര ഒരു കളക്ഷൻ ആദ്യ ദിനം കഴിഞ്ഞപ്പോൾ പിന്നീട് ലഭിച്ചിരുന്നില്ല. അതുകൊണ്ടൊക്കെ കൂടിയാണ് ഇവർ കോടതിയിലേക്ക് എത്തിയിരുന്നത് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും നിലവിൽ ചിത്രത്തിന് UA സർട്ടിഫിക്കറ്റ് നൽകാൻ കഴിയില്ല, A സർട്ടിഫിക്കറ്റ് മാത്രമേ നൽകാൻ കഴിയുകയുള്ളൂ എന്ന് കോടതി കൂടി പറഞ്ഞിരിക്കുകയാണ്. സ്മിത, ശരി. റഹീസാണ് ചെന്നൈയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.